2024 ജെഇ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ സെഷൻ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ജെഇ രണ്ടാമത്തെ സെഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. ഞാൻ ടൈറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് 2024 സെഷൻ 2 രണ്ടാമത്തെ സെഷന്റെ രജിസ്ട്രേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ എക്സാം ഡേറ്റ് നോക്കുക. ഏപ്രിൽ 4 തുടങ്ങി ഏപ്രിൽ 15 വരെ. ഏപ്രിൽ 4 തുടങ്ങി ഏപ്രിൽ 15 വരെയുള്ള സമയത്താണ് എക്സാം നടക്കുക. ഇനി രണ്ടാമത്തെ കാര്യം രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന്റെ സമയം ഫെബ്രുവരി 2 തുടങ്ങി മാർച്ച് 2 രാത്രി 11 മണി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഫെബ്രുവരി 2 തുടങ്ങി മാർച്ച് 2 രാത്രി 11 മണി വരെ രജിസ്ട്രേഷൻ ചെയ്യാം. ഫീ പേയ്മെന്റിനുള്ള സമയം രാത്രി 11:50 വരെ കിട്ടും. ഒരു 50 മിനിറ്റ് കൂടി അഡീഷണൽ ഫീ പേയ്മെന്റിന് കിട്ടും. ഇനി ഇതിൽ 3 കാറ്റഗറി കുട്ടികളുണ്ടാവും. ഒന്ന്, സെഷൻ 1നും സെഷൻ 2നും അപ്ലൈ ചെയ്ത കുട്ടികളുണ്ടാവും. സെഷൻ 1ന് മാത്രം അപ്ലൈ ചെയ്ത കുട്ടികളുണ്ടാവും. ഇത് രണ്ടിനും അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനും ഉണ്ടാവും. ഈ 3 കാറ്റഗറിയിൽ എന്ത് ചെയ്യണമെന്ന്. ആദ്യത്തെ കാറ്റഗറി സെഷൻ 1ഉം സെഷൻ 2ഉം ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ? നിങ്ങളുടെ കോഴ്സ് അഥവാ പേപ്പർ, ഇപ്പൊ ബിടെക് കൊടുത്തിരുന്നു, അപ്പൊ നിങ്ങൾക്ക് BR കൂടി കൊടുക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ ബി പ്ലാനിങ് കൊടുക്കണമെന്ന് തോന്നി, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് ആഡ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യാം. എക്സാമിന്റെ മീഡിയം വേണമെങ്കിൽ മാറ്റാം, ലാംഗ്വേജ് മാറ്റാം. സ്റ്റേറ്റ് കോഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എക്സാം സിറ്റീസ്, സെഷൻ 2ന്റെ എക്സാം സിറ്റീസ് മാറ്റാം. അതേപോലെ 10th +2 ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ എന്തെങ്കിലും തിരുത്തു വരുത്താറുണ്ടെങ്കിൽ അതും വരുത്താം. അപ്പോ ഫീ പേയ്മെന്റ്, അതായത് ഇപ്പൊ നിങ്ങളുടെ പേപ്പർ ഒരെണ്ണം അഡീഷണൽ എടുത്തു എന്ന് വിചാരിക്കാം, അപ്പൊ അഡീഷണൽ ഫീ അടയ്ക്കേണ്ടി വരും. അപ്പൊ ഇത് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതുള്ളൂ, ഇല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാം. അപ്പൊ സെഷൻ 1ഉം സെഷൻ 2ഉം ഓൾറെഡി ഫീ കൊടുത്ത് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. ഒരു കാറ്റഗറി. ഇനി രണ്ടാമത്തെ കാറ്റഗറി അപ്ലൈഡ് ഫോർ സെഷൻ 1. സെഷൻ 1 അപ്ലൈ ചെയ്തു, സെഷൻ 2 അപ്ലൈ ചെയ്തില്ല. അപ്പൊ അപ്ലൈ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാം? സെഷൻ 1ൽ ചെയ്ത അതേ പ്രൊസീജിയർ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ചെയ്യാം? പേപ്പർ കൊടുക്കുക. ഏത് പേപ്പർ? ബിടെക് ആണോ, BR ആണോ, ബി പ്ലാനിങ് ആണോ, എല്ലാം കൂടി എഴുതണോ ഒക്കെ തീരുമാനിക്കാം. മീഡിയം ചൂസ് ചെയ്യാം. സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി ചൂസ് ചെയ്യാം. സിറ്റീസ് ചൂസ് ചെയ്യാം. 10th +2 ഡോക്യുമെന്റുകൾ, അല്ലെങ്കിൽ ഡോക്യുമെന്റ് അല്ല, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാം. ഫീ പേയ്മെന്റ് നടത്താം, ഒക്കെ ചെയ്യാം. ഇത് ചെയ്താലേ നിങ്ങൾക്ക് സെഷൻ 2 എഴുതാൻ പറ്റും. അപ്പൊ സെഷൻ 1 ചെയ്തവര് സെഷൻ 1ൽ ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടി ചെയ്താലേ സെഷൻ 2 എഴുതാൻ പറ്റും. മറ്റവർക്ക് അങ്ങനെയല്ല, ഓൾറെഡി അവരെല്ലാം ചെയ്തതാണ്. ഓക്കെ, അവർക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇവർക്ക് പുതിയതായി സെന്ററുകളൊക്കെ കൊടുക്കണം, പേപ്പറുകൾ ചൂസ് ചെയ്യണം. ഇനി മൂന്നാമത്തെ കാറ്റഗറി സെഷൻ 1ൽ അപ്ലൈ ചെയ്തില്ല, ആ സമയത്ത് സെഷൻ 2ലും ചെയ്തില്ല, ഇത് ആദ്യമായി ചെയ്യുകയാണ് ഫ്രഷ് കാൻഡിഡേറ്റ്സ്. അവരെന്ത് ചെയ്യുക? ന്യൂ രജിസ്ട്രേഷൻ ആസ് പെർ ദ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ. ആദ്യ നോട്ടിഫിക്കേഷൻ അവർ പറഞ്ഞിരുന്നു എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ്, ഈ ഡീറ്റെയിൽ. ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. റീസൺ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ആ വീഡിയോ അവൈലബിൾ ആണ്. ഞാൻ ഇതിന്റെ ഒപ്പം അതുകൂടി ഷെയർ ചെയ്യാം. അപ്പൊ ആ വീഡിയോയിൽ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ഉണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. രജിസ്ട്രേഷൻ ഡേറ്റും എക്സാം ഡേറ്റും മാറി എന്നത് മാറ്റി നിർത്തിയാൽ വേറെ വ്യത്യാസങ്ങളില്ല. അപ്പൊ സെഷൻ 1ന്റെ അതേ പ്രൊസീജിയറാണ് ഇവിടെ. ഈ അപ്ലൈ ചെയ്യേണ്ട സമയവും ഒന്ന് മാറിയിട്ടുണ്ട്, എക്സാമിന്റെ സമയവും മാറിയിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ എൻഡിൽ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.